ഞാൻ ശ്രീ റെജി ലൂക്കോസിലേക്ക് വരികയാണ്. എനിക്ക് കൗതുകകരമായി തോന്നിയത് ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് റെജി. അദ്ദേഹം പറഞ്ഞത് തിരുവഞ്ചൂരിൻ്റെ മകൻ എന്ന് പറയുന്നതിൽ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ അദ്ദേഹം അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനപ്പുറത്തേക്ക് അതേക്കുറിച്ച് പോകുന്നില്ല. താങ്കളൊരു നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെ അതിനെ സമീപിക്കുന്നുവെന്ന് കേൾക്കാൻ കൗതുകമുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അർജുൻ പറഞ്ഞത് കൈരളിയോടടക്കം പറഞ്ഞു എന്ന് പറഞ്ഞത് കൈരളി അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ചർച്ചയുടെ ഭാഗമായി നമുക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം, കേട്ടു നോക്കാം. പക്ഷേ ഞാൻ മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ച പോലെ ക്രൈംബ്രാഞ്ചിന് ഒരു അന്വേഷണം നടത്തി വരുമ്പോൾ കേരളത്തിലെ ഈ FKH എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ, വിവിധ ബാറുടമകൾ, ഇവരിൽ നിന്നൊക്കെ മൊഴിയെടുത്ത ശേഷം ഇങ്ങനൊരു നോട്ടീസ് അയക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തോന്നുന്നുവെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പുമായുള്ള അർജുൻ രാധാകൃഷ്ണൻ്റെ ബന്ധമെന്താണ് എന്നറിയേണ്ടതുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ആലോചിച്ചാൽ എന്തോ ചില വിവരങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് എന്നല്ലേ? എന്തോ ചില ദുരൂഹതകൾ അതിൽ ബാക്കിയുണ്ട് എന്നല്ലേ? അത് അർജുൻ തന്നെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞാൽ മാത്രം അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നതും കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കാവുന്നതുമല്ലേ എന്ന ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഇതിലില്ലേ? ഒരു നേതാവിൻ്റെ മകനായതുകൊണ്ടോ പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കിയതുകൊണ്ടോ അതവരെ ഏശില്ല എന്ന നിലയിൽ കൂടി ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു വെച്ചാൽ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ഉചിതമാകുമോ? അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ ശ്രീ റെജി ലൂക്കോസിൻ്റെ മുൻപാകെ വെക്കുകയാണ്. ശരത്തെ, പകൽ പോലെ വെളിച്ചത്തിൽ വന്നിരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ സംസ്ഥാന സർക്കാരിന്, ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാൻ ബാർ കുംഭകോണം അല്ലെ ബാർ കോഴ ഒരു ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ വാട്സാപ്പ് സന്ദേശത്തിൻ്റെ കാര്യത്തിൽ. ശ്രീകുമാർ സാറോട് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഒന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഓഡിയോ പുറത്തുവിട്ടതിന് പിന്നിൽ എന്നൊരു സംശയം അത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുക. ശരത്ത് ഓർമ്മിക്കുന്നുണ്ടാവും, ഈ വിഷയം വാട്സാപ്പ് സന്ദേശം മാധ്യമങ്ങളിൽ പുറത്തു വന്നപ്പോൾ ആദ്യമായിട്ട് സർക്കാരിനെതിരെ ബാർ കോഴ അല്ലെ ബാർ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കളിൽ മുന്നിൽ നിന്നത് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണ. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്, ചില മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ ബാർ മുതലാളിമാരിൽ നിന്ന് പണം പിരിച്ചെന്നും അത് AK സെന്ററിലേക്ക് സർക്കാരിനുള്ള വിഹിതമാണെന്നും MP രാജേഷ് എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ആദരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണെന്നുള്ള ഒരു അന്നേ നമുക്കറിയാമായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അർജുൻ രാധാകൃഷ്ണൻ്റെ ബൈറ്റ്, എൻ്റെ ഓർമ്മ ശരിയാണ്, ആദ്യമായിട്ട് എടുക്കുന്ന ചാനലിലൊന്ന് കൈരളിയാണ്. കൈരളി ഒറ്റയ്ക്ക് പോയി നിങ്ങളുടെ റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്തു, അത് അതേപടി ടെലികാസ്റ്റ് ചെയ്ത് ഞാനത് കണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ശ്രീകുമാർ സാർ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത്, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാനിതിൻ്റെ അഡ്മിനല്ല, എനിക്കൊരു ബാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് ഇടുക്കി ജില്ലയിലെ ബാറിൻ്റെ ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വാട്സാപ്പ് സന്ദേശമായിരിക്കാം, ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും വിചിത്രമായ പരിപാടി, അതായത് ന്യായീകരിച്ച് വഷളാകുക എന്ന് പറയും. അദ്ദേഹം പറഞ്ഞത് എന്താ, അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഫാദറിലോയ്ക്ക്, എൻ്റെ ഭാര്യാപിതാവിന് 50 വർഷമായിട്ടൊരു ബാറ് തൊടുപുഴയുണ്ട്. ആ ബാറിൽ എൻ്റെ ഭാര്യാപിതാവ് 2018-ലോ 19-ലോ മരിച്ചുപോയി. ആ ഭാര്യാപിതാവിൻ്റെ അങ്ങനെ ഒരു ബാറുമായിട്ടൊരു ബന്ധമല്ലാണ്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ, ആ മാധ്യമങ്ങൾ ചോദിച്ചതെന്താ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണമോ നോട്ടീസോ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെ അങ്ങേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൈരളിയോട് അത് ആദ്യം പറഞ്ഞത് എന്താ, ആരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല, എനിക്ക് ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതേ അർജുൻ രാധാകൃഷ്ണൻ വീണ്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, എനിക്ക് ഈ ബാറുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ നമ്പർ, അതെൻ്റെ ഭാര്യാപിതാവിൻ്റെ ആയിരിക്കാം, അതായിരിക്കാം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താ, ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് ബന്ധപ്പെട്ടിരുന്നു. 3 തവണ ഈ ഇമെയിലിൽ അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നേരിട്ട് ബന്ധപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ താൻ ഹാജരാകാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ രാവിലെ പറഞ്ഞെന്നും 11 മണിക്ക് പറഞ്ഞെന്നും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് തന്നെ ബോധ്യം വന്നിട്ടുണ്ട്. ശ്രീകുമാർ സാറിന് ബോധ്യം വരാത്ത എന്താണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ച് ആലോചിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കെ മാണി സാറിനെ അവകാശനായി അവഹേളിച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടുണ്ടായ കോൺഗ്രസ്സുകാർ പുറത്തുവിട്ടതാണ് ആ ബാർ കുംഭകോണം എന്ന് പറയുന്നത് 2016 മുൻപ്. പക്ഷേ അതൊരു സത്യമായിരുന്നു. ആ ബാർ കുംഭകോണം അതിൽ മാണി സാറിനെ മാത്രം കരുവാക്കിക്കൊണ്ട് കോടാനുകോടി തട്ടിപ്പ് നടത്തിയ ഈ ബാർ കുംഭകോണത്തിന്റെ പഴി ഇന്നും കേരളത്തിൽ നിലനിൽക്കെ അതേപടി ഒരു ആരോപണം ഈ അഴിമതിരഹിത കേരളത്തിലെ ജനങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ മേൽ
ചാർത്തി ഇതുപോലെയുള്ളൊരു ചർവിതചരണമായ ചർച്ചകളിലൂടെ അവഹേളിക്കാനായിട്ടുള്ള ശ്രമം ഇവർ നടത്തി. അതാണ് അതിന്റെ രാഷ്ട്രീയ ഗൗരവം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വസ്തുതയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അതായത് ബഹുമാനപ്പെട്ട MP രാജേഷ് മുൻകൂട്ടി തയ്യാറാക്കിയ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയുള്ള വിദേശയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇത് പുറത്തു വന്നപ്പോൾ അദ്ദേഹം തന്നെ DGPക്ക് നിർദ്ദേശം കൊടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. ആ DGPയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ശ്രീകുമാർ സാർ പറഞ്ഞ മാറ്റി ഇത് പൊരുത്തപ്പെടുന്നത്? അപ്പൊ ഈ 3 യാഥാർത്ഥ്യങ്ങളുടെ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. കോൺഗ്രസ് നടത്തിയ അതീവ ഗുരുതരമായ ഒരു ഗൂഢാലോചനയാണ്. ശരിക്കും ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ചുരുളുകൾ അഴിയാൻ സാധ്യതയുണ്ടെന്നാണ് ആർക്കും മനസ്സിലാകുന്നത്. ഇത് കാര്യമായിട്ട് ഒളിച്ചോടാൻ പറ്റത്തില്ല. അർജുൻ റജി, അതായത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അനിമോൻ എന്ന ബാർ ഉടമയുടെ ഈ ശബ്ദരേഖ വരുന്നത് എന്ന് വെച്ചാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ അത് അറിഞ്ഞിരിക്കുക. അംഗങ്ങൾ എന്നത് മാത്രം ഇപ്പോൾ അതിലാണ് ഇപ്പോൾ കൃത്യമായി അർജുൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പറില്ല, അത് തറപ്പിച്ച് പറയുന്നുണ്ട്, അത് വസ്തുതയാണ്. പക്ഷേ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിനെ ലിങ്ക് ചെയ്യുന്ന ഫോൺ അതാരുടെ പക്കലാണ് എന്ന് അർജുൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് ആ ബാറിൻ്റെ ലൈസൻസുകളിൽ ഒരാളായിരുന്നു. അദ്ദേഹം മരിച്ചത് 2018 അതിനുശേഷം ആ ലൈസൻസ് അദ്ദേഹം പറയുന്നത് തന്നെ ഭാര്യ ബന്ധുക്കൾ എന്ന നിലയിൽ ഏതാണ്ട് ഒരു അകന്ന സ്വരവും സ്വഭാവവും നൽകുന്നുണ്ട്. എൻ്റെ ഭാര്യാപിതാവിൻ്റെതാണ് പാർട്ണർ, എൻ്റെ ഭാര്യാപിതാവായിരുന്നു എൻ്റെ പാർട്ണർമാരിൽ ഒരാൾ, മരണശേഷം അത് അമ്മയിലേക്ക് അതിൻ്റെ ലൈസൻസ് മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നുണ്ടോ, അർജുൻ പറയുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹമായിരുന്നു. ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് ഈ സജീവ് എന്ന് പറയുന്ന മരിച്ച അദ്ദേഹത്തിൻ്റെ പിതാവാണ് നേരത്തെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുകയോ അഡ്മിനോ ആയിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബാറിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഫോൺ നമ്പറായി അത് ഉപയോഗിക്കുന്നത് ആരാണ്? അവിടെ അർജുൻ പറയുന്ന ഈ ഒരു സാധനം അർജുനൻ്റെ പേഴ്സണൽ നമ്പറില്ല എന്ന് തറപ്പിച്ച് പറയുന്നതിൽ തന്നെ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് മറ്റു ബാർ ഉടമകളുടെ മൊഴി ലഭിച്ചതിൽ നിന്നും നേരിട്ട് അംഗമല്ലെങ്കിലും ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഇതിനകത്തുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹം അത് കേൾക്കുന്നത്, അദ്ദേഹം ആ ഗ്രൂപ്പുമായി ഇടപഴകുന്നത് ഒരുപക്ഷെ ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതണമോ റജി? അതിൽ യാതൊരു സംശയമില്ല ശരത്തെ. കാരണം കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്തപ്പോൾ ഇദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും ഭാര്യാപിതാവിൻ്റെയോ ആരുടെ ബന്ധുക്കളുടെ പേര് പോലും പറയാതെ വീണ്ടും മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഇതെല്ലാം തുറന്നു പറയാനും അഡ്മിനായിട്ട് തൻ്റെ പേരില്ല എങ്കിലും തൻ്റെ ഭാര്യാപിതാവിൻ്റെ ഫോൺ നമ്പർ 4-5 വർഷങ്ങൾക്ക് മരിച്ചു തൻ്റെ ഭാര്യാപിതാവിൻ്റെ ഫോൺ നമ്പർ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണുമായിരിക്കും. അതിനാണ് എന്നെ ഇട്ട് ഈ രീതിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, 100% വ്യക്തമായി കഴിഞ്ഞില്ലേ. ഇനി വേറൊരു പ്രത്യേകത, ഈ പറയുന്ന ശബ്ദരേഖ പുറത്തുവിട്ട ഈ അനിമോൻ എന്ന് പറയുന്ന ബാറിന്റെ ഉടമ അർജുൻ്റെ ആദർശത്തിന് യാതൊരു ബന്ധവുമില്ല, അതിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഒരു ബന്ധവുമില്ല, അതിൽ ഇത് നിരപരാധിയാണെന്നും പറഞ്ഞ് ഈ നിമിഷം വരെ വന്നിട്ടില്ല. അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും അതിലൂടെ കേരളത്തിലെ ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനും നടത്തിയ അതീവ ഗുരുതരമായ ഒരു ഗൂഢാലോചനയാണ്. അതിന് കൂട്ടുനിന്നവരാരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി, അദ്ദേഹത്തിന് ഒരിക്കലും ഇതിനകത്ത് കൈയൊഴിയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിനുള്ള വ്യക്തിയുടെ മകനാണ് ഈ അർജുൻ രാധാകൃഷ്ണൻ. ഈ അർജുൻ രാധാകൃഷ്ണൻ വിവാദത്തിൽപ്പെടുന്നത് ആദ്യമല്ല. ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് എങ്ങനെയായ അന്വേഷണത്തെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. വിവാദങ്ങളിൽ അദ്ദേഹം ഇതിനു മുമ്പ് പെട്ടിട്ടുണ്ട്. അപ്പം നോക്കൂ, നീചമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ, ഏറ്റവും യാതൊരു പൊളിറ്റിക്കൽ എത്തിക്സും ഇല്ലാതെ കൊണ്ട് ഒരു സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമം. ഇനി അതിലുപരിയായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു ആവശ്യം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ലെന്നും ഞങ്ങളുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു സംസ്ഥാനത്തെ ഒരു കെട്ടിടം വാങ്ങിച്ചു അതിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ശ്രമിച്ചതെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഭാരത് ഉടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് പുറത്തു വന്നിട്ടും ഈ പ്രശ്നത്തെ നിമിഷനേരം കൊണ്ട് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റിനെ അപമാനിക്കാൻ നിയമസഭാ സമ്മേളനത്തിൽ പോലും ആദ്യത്തെ ദിവസം ഇത് പുറത്തുവിട്ടു. അല്ല, അവർ നിയമസഭയിൽ ദുരുപയോഗം ചെയ്ത് ഈ ഈ അഴിമതി എന്ന് പറയുന്ന എന്താ പറയാ പൊളിഞ്ഞുപോയ ആരോപണം പിന്നീടാണ് ഉച്ചയോടുകൂടിയാണ് പിന്നീട് ഇതേക്കുറിച്ച് അർജുൻ ഒരു മൗനം പാലിച്ചിട്ടുണ്ട്. അർജുന് ഈ ഗ്രൂപ്പുമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ
ഭാര്യയുടെ ബന്ധുക്കൾക്ക് ഒക്കെ ഒരു അടുപ്പമുണ്ട് എന്നിരിക്കെ, ഇതേക്കുറിച്ചൊക്കെ അറിവുണ്ടാകാം എന്നിരിക്കെ അദ്ദേഹം പാലിച്ചൊരു മൗനമുണ്ട്. പക്ഷേ റെജി പറഞ്ഞതുപോലെ ആദ്യം തന്നെ പ്രതികരിച്ചയാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അടിയന്തര പ്രമേയം വരുമ്പോൾ സഭയിൽ നിശബ്ദനായിരുന്നു. അത് റോജി എം ജോണാണ് അത് അവതരിപ്പിച്ചത്. ആദ്യം പ്രതികരിച്ച സംസ്ഥാന സർക്കാരിനും മന്ത്രിക്കുമെതിരെ ആദ്യം പ്രതികരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ ആ അടിയന്തര പ്രമേയം ഏറ്റെടുത്തിട്ടില്ല. മകൻ്റെ മൗനം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുമുണ്ട്.